പ്രിയ അമ്മാംഗങ്ങളെ, നല്ല നമസ്കാരം. നിങ്ങളുടെ ഉണ്ണി ശിവപാലാണ്. നിങ്ങൾ വോട്ടിലൂടെ വിജയിപ്പിച്ച നിങ്ങളുടെ ട്രഷറർ ഉണ്ണി ശിവപാലൻ ഇപ്പോൾ സംസാരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഒരുപാട് കാര്യങ്ങളും പല വാദങ്ങളും വീരവാദങ്ങളൊക്കെ സമൂഹത്തിൽ അമ്മയ്ക്ക് ദോഷമായ രീതിയിൽ സംസാരിച്ചു പലരും. പക്ഷേ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് കഴിഞ്ഞ 1.5 മാസമായി ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, അമ്മയിലെ എന്നെ ഇഷ്ടപ്പെടുന്ന ചില മെമ്പേഴ്സ് അവരെല്ലാം കാത്തുനിന്ന ദിവസമാണ് ഈ 21-ാം തീയതി എന്ന നമ്മുടെ ആനുവൽ ജനറൽ ബോഡി. അതുവരെ ഞാൻ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞു. ആ വാക്ക് ദൈവാധനം കൊണ്ട് എത്ര പ്രശ്നം ഉണ്ടായാലും എത്ര ഇല്ലാ കഥകൾ മെനഞ്ഞെടുത്താലും എനിക്ക് കാത്തു നിൽക്കാൻ പറ്റിയെന്നുള്ള സർവേശ്വരനോട് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ വരുന്നുണ്ട്. എനിക്ക് പറയാൻ അവസരം തരുമോന്നും എനിക്കറിയത്തില്ല. കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം അമ്മയിലെ എലക്ട് ചെയ്ത ഒരു ട്രഷറർ പുറത്ത് നിൽക്കേണ്ടി വരുന്നു അകാരണമായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല കത്തുകളും ഇമെയിലുകളും അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ ഫോൺ കൊടുക്കാം, എൻ്റെ വാട്സപ്പ് ചാറ്റുകൾ കൊടുക്കാം, എൻ്റെ യൂബർ യാത്രകൾ കൊടുക്കാം, എൻ്റെ പോളിഗ്രാഫ് ടെസ്റ്റിന് പോലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളിലൂടെയും ഞാൻ അറിയിച്ചിട്ടും അത് ഒരു ചെറിയ വില പോലും കൽപ്പിക്കാതെ 12-ാം തീയതി, അതായത് മെയ് 12-ാം തീയതി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കൂടുകയും അതിൽ ഓൺലൈൻ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് പറയാണ്ടെന്ന് പറഞ്ഞത് കേൾക്കാതെ അവസാനം നെറ്റ്വർക്ക് പോയ സമയത്തേക്കും ഞാൻ തിരിച്ചു വരുമ്പോഴും മീഡിയയിലൂടെയാണ് ഞാൻ കാണുന്നത് ഉണ്ണി ശിവപാലിനെ അവർ തൽക്കാലത്തേക്ക് ലീവിന് പറഞ്ഞയച്ചു. ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അമ്മയുടെ ഏത് ഖണ്ഡികയിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അധികാരമുള്ളത്? കാരണം എന്നെ കേൾക്കാതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ, ഒരു സ്റ്റാഫ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ മൊബൈൽ, എൻ്റെ വാട്സപ്പ് ചാറ്റ്, എൻ്റെ യൂബർ യാത്രകൾ, അതുകൂടാതെ പോളിഗ്രാഫ് ടെസ്റ്റ് പോലെ ഞാൻ തയ്യാറാണ്. അതൊരു വിദഗ്ധ കമ്മിറ്റിയിലൂടെ, ഈ കമ്മിറ്റിയിലെ എത്ര എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ തയ്യാറാവും? ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. കാരണം ഒരു തെറ്റ് പോലും ചെയ്യാതെ എന്നെ ഇങ്ങനെ ക്രൂശിക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിനും എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന അമ്മയിലെ, എന്നെ വിശ്വസിക്കുന്ന അമ്മയിലെ മെമ്പേഴ്സിനും അടിയാണ് തന്നിരിക്കുന്നത്. ഇതിലെന്ത് ന്യായമുള്ളത്? തൽക്കാലം നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ മറക്കാം, ഇതൊക്കെ വിടാം, ഒരു തെറ്റുമില്ല. പക്ഷേ കാലം തെളിയിക്കേണ്ട ചില സത്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ 21-ാം തീയതി ജനറൽ ബോഡിയിലാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇതുവരെ ഒരു മീഡിയയുടെ മുന്നിൽ വന്ന് ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. എൻ്റെ കണ്ണ് കരഞ്ഞു, എൻ്റെ മനസ്സ് കരഞ്ഞു, ഞാൻ തകർന്നോ എന്നൊന്നും ചോദിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. പക്ഷേ ചില മെമ്പേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റിയിൽ ആരും ഉണ്ടായിട്ടില്ല. 1-2 മെമ്പേഴ്സ് അവരുടെ വിഷമങ്ങൾ കരഞ്ഞുകൊണ്ടും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ സംഭവിക്കുമല്ലേ, നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മളെപ്പോഴും ഒറ്റയാനായിട്ട് തന്നെയാണ്. ഞാനൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും നിന്നിട്ടില്ല, അറിയാമല്ലോ. ആദ്യമായിട്ട് അമ്മയിൽ ജനാധിപത്യപരമായിട്ട് ഒരു പാനലിൽ നിൽക്കാതെ മത്സരിച്ച് വന്ന ആളാണ്. ഇപ്പോഴും അത് തന്നെയാണ്. തോറ്റാലും ജയിച്ചാലും എപ്പോഴും അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ സത്യസന്ധതയ്ക്കും നീതിക്കും വിലയുണ്ടോ എന്ന് നോക്കാം. 21-ാം തീയതി ഞാൻ നിങ്ങളിൽ പ്രതീക്ഷിക്കുന്നു, ഞാൻ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു. അതിനുശേഷം എനിക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ പറയേണ്ടി വരും. അത് പറഞ്ഞേ പറ്റൂ. അതൊക്കെ വഴി പോലെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ യു ദെൻ. നിങ്ങളുടെ സ്വന്തം ഉണ്ണി ശിവപാലിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല.